BCM കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഏകദേശം ഒരു 30 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു വിമൻസ് കോളേജാണ്. അപ്പോൾ വിമൻസ് കോളേജ് ആകുമ്പം പലതരത്തിലുള്ള കുട്ടികൾ, പണ്ട് മുതൽ നല്ല ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളും, അതായത് നല്ല റിച്ച് ആയിട്ടുള്ളവർ, വിദേശത്തു നിന്നുള്ളവർ, പിന്നെ നമ്മുടെ സ്വദേശത്തു നിന്നുള്ള നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ 84 ജോയിൻ ചെയ്തത്. അതൊരു നല്ലൊരു എന്താ പറയുക, സുവർണ്ണ കാലമായിരുന്നു കോളേജിൻ്റെ. നിറച്ച് കുട്ടികളും. പ്രീ ഡിഗ്രി അന്ന് കോളേജിൽ തന്നെയുണ്ട്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. അങ്ങനെ അവർ ഡിഗ്രി സ്റ്റുഡൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. പ്രീ ഡിഗ്രിക്കാർ ഇതെല്ലാം നിന്ന് കണ്ടുപിടിക്കും. സ്കൂളിൽ നിന്ന് വന്ന വരവല്ലേ. പിന്നെ ഒരു എക്സ്ചേഞ്ച് പോലെയായിരുന്നു. കുറച്ച് ഇപ്പോൾ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച പിള്ളേർക്ക് ഈ വിദേശത്തു നിന്നൊന്നും പിള്ളേരുന്ന് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കും. ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പഠിക്കും. അത് കണ്ട് പഠിച്ച് ഇവർ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ പക്ഷേ അത് അങ്ങനത്തെ കുട്ടികളൊന്നും വരുന്നില്ല അവിടെ. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം, അവിടെ ഈ 90% കുട്ടികളും ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരു 10-20% മാക്സിമം നല്ലൊരു സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്നവരേ ഉള്ളൂ. പക്ഷേ നമുക്ക് കണ്ട ഒരാളെ തിരിച്ചറിയാൻ പറ്റില്ല. അവർ നല്ല വെൽ ഡ്രസ്ഡായിട്ടൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ അവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ക്ലാസ്സിലെ കുട്ടി, ഞാൻ ഇടയ്ക്ക് ഇവരെ പോയി നോക്കും ലഞ്ച് ബ്രേക്കിനൊക്കെ. ലാബിലൊക്കെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളെങ്ങും പോകത്തില്ല, കഴിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു വീട്ടിൽ കപ്പയൊക്കെയാണ് കഴിക്കുന്നത്. കപ്പയും ചേന, കാച്ചിൽ, അതൊക്കെ കോളേജിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ നൂഡിൽസ്, ഇങ്ങനത്തെ ഈ എന്താ ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്, ചോറ്. ഇവൾക്ക് അവരുടെ മുമ്പിൽ കപ്പ കഴിക്കുന്ന എന്തോ കുറവ് പോലെയാണ്. ഞാനാണ് ഒരു കൃഷിക്കാരനും മുളകൊഴുകാരി, എനിക്ക് കപ്പ തിന്നാൻ വലിയ ഇഷ്ടമാണ്, നല്ല മുളക് പൊട്ടിച്ചതും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കപ്പയും മുളക് പൊട്ടിച്ചും കൊണ്ടുവന്ന് എൻ്റെ ടേബിളേ വെക്കണം. ഞാൻ അവിടെ ചോറ് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അത് കൊണ്ട് വയ്ക്കും. നീ അതെടുത്തുകൊണ്ട് പോകണം, ഞാൻ നിൻ്റെത് കഴിക്കും. രാവിലെ 8 മണിക്ക് ഞാൻ കോളേജിൽ ചെല്ലും. 8 മണി മദ്രാസ് മെയിലിനാണ് വരുന്നത്, എറണാകുളത്തു നിന്ന്. അങ്ങനെ ആ കുട്ടി 3 വർഷം എൻ്റെ ടേബിളിൽ നിന്ന് അതെടുത്തുകൊണ്ട് പോകും. ഞാൻ അവൾ പലതരം സാധനങ്ങൾ കൊണ്ടുവരും, കാച്ചിൽ, ചേമ്പ്, കിഴങ്ങ്, അങ്ങനെ പല രീതിയിലുണ്ട്. അമ്മ വളരെ നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും അത് എൻജോയ് ചെയ്തു. പിന്നെ ഒരു കുട്ടി ഒരിക്കലും എന്നോട് പറഞ്ഞു, PTA എന്താ നിൻ്റെ അമ്മ വരാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു സാരി ഇല്ല മാഡം, കൊടുത്തിട്ട് ഇവിടെയൊക്കെ എല്ലാവരും വലിയ സ്റ്റൈലിലല്ലേ. ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും നല്ല നീറ്റായിട്ട് വെൽ ഡ്രസ്ഡായിട്ട് വരും. അറ്റൻഡേഴ്സും ടീച്ചേഴ്സിനും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ല, എല്ലാവരും നന്നായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ കോളേജിലൊക്കെ പുറത്തുനിന്ന് അധ്യാപകർ വരുമ്പോൾ അവർ ഞങ്ങളുടെ ലാബ് അസിസ്റ്റൻ്റ് വിളിച്ചു, നമുക്ക് പരീക്ഷ അങ്ങ് തുടങ്ങിയാലോ, കുട്ടികൾ വന്നില്ലേ, എന്നാൽ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ അവർ പറഞ്ഞില്ല, ടീച്ചർ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ടീച്ചറാണെന്ന് ഓർത്തത്. അതുപോലെ നല്ലതായിട്ട് പെരുമാറാനും അറിയാം, നന്നായിട്ട്. അങ്ങനെ ഒരു BCM കോളേജ് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള കോളേജായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഞാൻ സാരിയൊക്കെ കൊടുത്തു വിട്ടു. ആ അമ്മ വന്നു. ആ അമ്മ കോളേജൊന്നും കണ്ടിട്ടില്ല, സ്കൂളും കണ്ടിട്ടില്ല. ഞാൻ കോളേജെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് എനിക്ക് 5 മണിക്കേ ട്രെയിനുള്ളൂ. അപ്പോൾ ഞാൻ 5 മണി വരെ കോളേജിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടും വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക, പുറത്ത് വഴിയിലോട്ട് നോക്കി. അപ്പോൾ ആദ്യമായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് വഴിയിലോട്ട് നോക്കി മകളെ പഠിച്ച കോളേജൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അവരോട് സംസാരിച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഒരു കുട്ടി, അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ട്, UGC വന്നേ പിന്നെ. അതൊക്കെ UGCയുടെ വലിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ അണ്ടറിൽ കുറച്ച് കുട്ടികൾ കാണും, 30 പിള്ളേർ, 40 പിള്ളേർ, ചിലപ്പോൾ 50 പിള്ളേർ, അങ്ങനെയൊക്കെ. അവരുടെ എല്ലാ കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. മാതാപിതാക്കളെ പറ്റി അറിയണം, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് അവരുടെ ടൈമിൽ അവരോട് സംസാരിക്കും, നമ്മൾ എഴുതി വയ്ക്കും അവരുടെ പ്രശ്നം എന്താണെന്നൊക്കെ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ, അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. അതായത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു സ്ത്രീയുടെ കൂടെ കൂടി താമസിക്കുക, ഇവിടെ ഇവളും ചേച്ചിയും അമ്മയുണ്ട്. ഇവർ ജോലിക്ക് പോകും. അമ്മ അവിടെ ഒരു മടിച്ചി അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇയാളും ജോലിക്ക് പോകത്തില്ല. അപ്പോൾ അവർ തമ്മിൽ അഫെയറായി, അങ്ങനെ കൂടി താമസിച്ചു. അപ്പോൾ എനിക്ക് അച്ഛനില്ല മിസ്സേ എന്ന് പറഞ്ഞു. എന്നാലും കരയുന്നത് എന്തിനാ, അന്തസ്സായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരമ്മയില്ലേ, അമ്മയെ ഓർത്ത് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ വീടിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുണ്ട്, ഭയങ്കര കഷ്ടമായിട്ട്. അച്ഛൻ തന്നെ, അമ്മാവൻ, അച്ഛൻ, അപ്പാപ്പന്മാർ, അവർ ചെറുപ്പത്തിൽ അവർക്കത് അറിയില്ല. അവർ വലുതായി കോളേജിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രീ മെരൈറ്റൽ സെക്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നു. അങ്ങനത്തെ ഒത്തിരി ക്ലാസ് BCM കൊടുക്കുമായിരുന്നു. BCM ഒരു നല്ല കോളേജായിരുന്നു.
അത് സിലബസ് മാത്രമല്ല അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു ട്രെയിനിങ് ആ കോളേജിനുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ച കോളേജിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ വന്നപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളുടെ ഒരു സമ്പൂർണ്ണ വികസനത്തിനുള്ളത് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കോളേജായിരുന്നു BCM. അപ്പോൾ ആ കുട്ടികൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി പല കുട്ടികൾ. കാരണം അവർക്കത് ശരിയാണെന്ന് വിചാരിച്ച കുട്ടികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമ്പലവാസികളൊക്കെ അവർ പുറത്തധികാരമായിട്ട് ഇടപെടത്തില്ല, വീട്ടിൽ തന്നെയാണ് എല്ലാം, അമ്പലവും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അവർക്ക് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അവരെ ഇങ്ങനെ കൗൺസിലിങ്ങിന് അയക്കും. അതിനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് നമുക്ക്. കൗൺസിലിങ് പഠിച്ച് കൗൺസിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി 2 വർഷം ലീവ് എടുത്ത് കൗൺസിലിങ് പഠിച്ച് ഈ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാകും. അതിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറെ വിളിച്ചും കൊടുക്കും. അപ്പോൾ ഒക്കെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടെന്നും ഈ മജോറിറ്റി ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മമാരുടെ ഒരു കഴിവ് കൊണ്ടാണ് അവരുടെ മക്കൾ പഠിക്കുന്നതും അന്തസ്സായിട്ട് ജീവിക്കുന്നതും മുമ്പോട്ട് പോകുന്നതുമൊക്കെ. അപ്പോൾ അക്കാലത്ത് തന്നെ ഞാൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടിരുന്നു. സാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, സ്പിരിച്വാലിറ്റി ലൈഫ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഡോക്ടർ ഫെൻ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റിൻ്റെ പേരിൽ തുടങ്ങിയൊരു രജിസ്റ്റേർഡ് NGO ആയിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഞങ്ങളുടെ കോളേജിലെ കുറേ ടീച്ചേഴ്സും അതിനകത്ത് ജോയിൻ ചെയ്ത് ഞങ്ങൾ തന്നെ 300 രൂപ വെച്ച് എടുക്കും. എല്ലാവരും ഒരു ഫീ പോലെ എല്ലാ മാസവും. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണെങ്കിൽ അവർ 1000 രൂപ വെച്ചിടും. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഫണ്ടും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഈ അക്കാലത്ത് പത്രങ്ങളിലൊക്കെ ഈ ഡ്രഗ്സിനെ പറ്റി ഒരുപാട് ഡ്രഗ് ഇവിടെ ഒത്തിരി വിൽക്കുന്നുണ്ട്, കൊച്ചു കടകളിൽ പോലും കിട്ടുന്നുണ്ട്, അതിനുള്ള സ്പോട്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ അത് വായിച്ചു. പിന്നെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. അവരും പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ സംഘടന ഞങ്ങൾ കുത്തിയിരുന്ന് ആലോചിച്ചപ്പം അതിനകത്ത് ഫ്രീലാൻഡ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് റൂം ടീച്ചിങ്ങിന് പോകും. വലിയൊരു ഹോളിൽ പിള്ളേരെ ഇരുത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അനുവാദം മേടിച്ച് ഒരു ക്ലാസ് റൂമിൽ 10-30 പിള്ളേരുടെ ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അവരോട് ഓരോ തരത്തിൽ, ചിലർ അതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് പറയും, ചിലർ മെൻ്റൽ ആസ്പെക്ട്സ് പറയും, ചില അതിൻ്റെ ഇമോഷണൽ ആസ്പെക്റ്റ് പറയും, ഹെൽത്ത് ആസ്പെക്റ്റ്, പലത് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ ഇവരാരെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൻ്റെ വില, അതൊക്കെ പെട്ടപ്പെട്ടാ പിള്ളേർ പറയും. അതിൻ്റെ വിലയൊക്കെ അവർ പെട്ടെന്ന് പറയും. എങ്ങനെ അറിയാം? അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ അച്ഛനത് വെക്കുന്നുണ്ട്, എൻ്റെ കടേൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മളോട് സൗഹൃദമാവും പെട്ടെന്ന്. ആ പ്രായത്തിലുള്ള കുട്ടികൾ ടീനേജേഴ്സ് ആണെങ്കിൽ നമ്മളവിടെ ചെന്നിരുന്ന അവരുടെ കൂടെ ഇച്ചിരി നേരം അവരെ തൊട്ട് അവരുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആകും നമ്മളോട്. കാരണം ഇപ്പോഴത്തെ സ്കൂൾ ക്യാമ്പസുകളിൽ അങ്ങനെ ഒരു സൗഹൃദം ഇല്ല. വളരെ സൗഹൃദമൊക്കെ മാറിപ്പോയി. അവർ ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാ സ്കൂളിൻ്റെ മുമ്പിൽ A+ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് വെക്കുന്നതിൽ വ്യാപൃതരാണ് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാം. അപ്പോൾ ആ സൗഹൃദം അവരുടെ ആ ഹെൽത്തി ലിവിങ്ങിനെ പറ്റി, അവരുടെ സോഷ്യൽ ലൈഫിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഈ സിലബസ് പഠിപ്പിച്ച് എന്താ വെച്ചാൽ എത്ര കുട്ടികൾ, ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ +2 കുട്ടികളോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഡ്രഗ്സൊക്കെ കഴിക്കാറുണ്ടോ? ഇല്ലെന്നൊക്കെ പറഞ്ഞു. കാരണം അവരുടെ ടീച്ചേഴ്സ് എല്ലാം ഇരിക്കുമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇടനാഴി വെച്ചിരുന്ന ഒരു 5-6 കുട്ടികൾ, ഒരു 16-17 വയസ്സുള്ള കുട്ടികളാണ്. എൻ്റെ മിസ്സേ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ടീച്ചറെ, മാതാപിതാക്കൾക്കും A+ മതി, ടീച്ചർമാർക്കും A+ മതി, ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ പോലും ഞങ്ങളെ കളിപ്പിക്കത്തില്ല, ഞങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ല, അപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി ഞങ്ങളിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നവർ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ തിരിച്ച് പ്രിൻസിപ്പളിനെ കണ്ട് ഇവരെ കുറച്ച് കളിക്കാനും ചിരിക്കാനും ഇവർക്ക് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുക, ഇവർ ഇതുപോലെ പഠിപ്പിച്ച് A+ എല്ലാം കൂടെ കിട്ടിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അച്ഛൻ്റെ ആ പ്രിൻസിപ്പളിൻ്റെ നിസ്സഹായാവസ്ഥ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, പിന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് വന്ന റിട്ടയർമെൻറ്റിന് ശേഷം. അത് പറഞ്ഞു, അതെല്ലാം തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റ് അല്ലേ, മാനേജ്മെൻറ്റ് പറയുന്ന പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ ആ സിസ്റ്റം ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിതെല്ലാം ചെയ്തു പല വർഷങ്ങളിങ്ങനെ ക്ലാസ് റൂം. ആ ഇടയ്ക്കാണ് MeToo എന്ന് പറയുന്ന ഒരു #MeToo വന്നില്ല വെച്ചാൽ. അപ്പം ഞങ്ങളുടെ ഒരു ടീച്ചർ, ഞങ്ങളുടെ ഒരു മിടുക്കി ടീച്ചറുണ്ടായിരുന്നു കോളേജിലെ, മോനമൊക്കക്കാടെന്ന് അവരുടെ പേര്. അവർ ഈ സിഗരറ്റ് വലിക്കെതിരായിട്ട് പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിക്കുന്നതിനെതിരായിട്ട് കോർട്ട് ഓർഡറൊക്കെ വാങ്ങിച്ചെടുത്ത ആളാണ്. അവർ ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടെയാണ്.
അപ്പോൾ അവരിങ്ങനെ നെവർ മീ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനിൽ ഞങ്ങളെല്ലാം ചേർത്ത്, അപ്പോൾ കോട്ടയത്തിൻ്റെ ചാർജ് എനിക്ക് തന്നിട്ട് ഞങ്ങൾ സ്കൂളുകളിൽ പോയി. ഞാൻ എൻ്റെ നല്ല മിടുക്കി സ്റ്റുഡൻസിനെയും കൊണ്ടുപോയി, BSc ഫൈനൽ ഇയറിലുള്ള. അപ്പോൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് സ്കൂളിൽ പോകും, ക്ലാസ് റൂമിൽ 10ാം ക്ലാസ് മുതലുള്ള കുഞ്ഞ് ഗേൾസ് സ്കൂളിലൊക്കെ പോകും. അവർക്ക് സെക്സ് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു. അപ്പോഴും അവരും പറയുന്നത് അവരുടെ വീടിനകത്ത് അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ. അവിടെയൊക്കെ എൻ്റെ കുട്ടികൾ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൾമാരാകുമ്പോൾ ഇങ്ങനെ AC റൂമിൽ കസേരയിലിരുന്ന് ഇങ്ങനെ കറങ്ങി ഒപ്പിടാതെ ഈ ക്ലാസ് റൂമിൽ ചെന്ന് പിള്ളേരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ ചോദിക്കാത്ത നിങ്ങൾ? അവരുടെ പേരൻസിനെ വിളിച്ചിട്ട് അച്ഛനെ വിളിപ്പിച്ചിട്ട് സംസാരിച്ചൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ കുറേ കുറയും. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ മോളെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നോട്, ഇനി മേലെ നാവ് പൊക്കി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നാവ് അറുത്ത് കളയും, എനിക്ക് നിന്നെ കെട്ടിച്ചൊക്കെ വിടേണ്ടതാണ് എന്ന് പറഞ്ഞു. അമ്മയുടെ കൺസേൺ കുഞ്ഞിതൊക്കെ പുറത്ത് പറഞ്ഞ കല്യാണമൊക്കെ നടക്കുകയല്ല എന്നുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇവർക്ക് എത്ര പേരത് ശ്രമിച്ച് അത് ചെയ്യാതിരിക്കും? ഇവരുടെ കൈകളിൽ അത് കിട്ടിയ ടീനേജിൽ അവർ പരീക്ഷിക്കത്തില്ലേ? അവർക്ക് ഈസിലി അവൈലബിൾ ആകുകയാണെങ്കിൽ അവരത് ഉപയോഗിച്ച് നോക്കും, ഒരു രസത്തിനായിരിക്കും. പക്ഷേ ചിലരൊക്കെ അഡിക്റ്റഡ് ആകുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ ഓരോ ടൈപ്പ് അനുസരിച്ച് യുണീക്കായിട്ടുള്ള മനുഷ്യരാണല്ലോ. ചിലർ ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ അഡിക്റ്റഡ് ആകും, അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പഠിപ്പ് നിർത്തിപ്പോയവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ പഠിപ്പിച്ച് എത്ര ക്ലാസ് റൂം കയറി ഇറങ്ങിയാലും ചിലപ്പോൾ ഒരു കൊച്ചോ 2 കൊച്ചോ ബെനിഫിറ്റഡ് ആകും. ഇതിനൊരു നിയമപരമായ കൺട്രോൾ വരണം. ഈ നർക്കോട്ടിക് വിഭാഗവും പോലീസും ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ പവർ വേണം, നമുക്ക് എന്തെങ്കിലും ഒരു പവർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഓർത്ത് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഏത് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാലത്താണ് എൻ്റെ ഭർത്താവ് എന്നോട് പറയുന്നത്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കൂട്ടുകാരും മൊത്ത ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിന് പകരം ഒരു 10 പേരെ വിളിച്ച് അല്ലെങ്കിൽ ഒരു 10 വീട്ടിൽ പോയി അവരെ ബോധവൽക്കരിക്കുക. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് സിസ്റ്റം ഭയങ്കര മോശമാണ്, സിസ്റ്റം കറപ്റ്റഡാണ്, പോളിസീസ് റോങ് പോളിസീസാണ് ഉണ്ടാക്കപ്പെടുന്നത്. പോളിസീസ് ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റുകളെല്ലാം, അതായത് ലോക്കൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും തെറ്റായ പോളിസികൾ, ആർക്കും ഗുണമുള്ള ഒരു പോളിസി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പോളിസി മോശമായി കഴിഞ്ഞാൽ ജനജീവിതം മോശമാകും. ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, ഇത്രയധികം പെൻഷൻ വാങ്ങിക്കുന്നില്ലേ, ഒരു പ്രതിബദ്ധതയൊക്കെ കാണിക്കടോ. താൻ ഈ കൂട്ടുകാരുമൊത്ത് ടൂറ് പോകാതെ അല്ലെങ്കിൽ യാത്രകൾ പോകാതെ ആ പെൻഷനുമൊക്കെ മേടിച്ച് കുറച്ച് സമയമെങ്കിലും ആൾക്കാരെ ബോധവൽക്കരിക്കുക. ഞാൻ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുമോ എന്ന് പറഞ്ഞ് മാറ്റണം. 10 പേരെ മാറ്റാൻ പറ്റിയാൽ നല്ലതല്ലേ? അത് 20 പേരും 30 പേരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ. എന്നിട്ട് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട് ഡൽഹിയിൽ, അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ന്യൂസൊക്കെ ഒന്ന് കേൾക്ക്. യൂട്യൂബിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പബ്ലിക് ഡൊമൈനിലും ഒക്കെ അതിനെപ്പറ്റി ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആ പാർട്ടി ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക. അതിനിപ്പോഴേ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുക. ഇപ്പം നല്ല ആരോഗ്യവും പെൻഷനും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുക. അക്കാലത്ത് ഞങ്ങൾ ഡൽഹി പോയി 10 ദിവസത്തേന്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ 10-15 ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ജുവൽസ് എന്ന് ഞങ്ങളെ തന്നെ പറയുന്നത്, BCM ജുവൽസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടൂർ പോകും. അപ്പോൾ ഞങ്ങൾ ബൈ ഫ്ലൈറ്റ് അവിടം വരെ പോയി. പിന്നെ ബൈ റോഡ് ഞങ്ങൾ വാഗ ബോർഡർ, പഞ്ചാബ്, അങ്ങനെ എല്ലാം പോയി. അപ്പോൾ ഡൽഹി ചെന്നപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത്. എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സുബീന എബ്രഹാം, അവരും ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഇവിടെ ഭയങ്കര സുഖമാണ്, ഞങ്ങൾക്ക് ജനറേറ്റർ ഒന്നും വേണ്ട, 24 മണിക്കൂറും കറണ്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾജി വന്നതിന് ശേഷം കറണ്ട് കിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ 200 യൂണിറ്റ് കറണ്ട് ഫ്രീ. അപ്പം ഞങ്ങൾക്ക് ഈ ഭയങ്കര ചൂട് കാലത്ത് AC ഒക്കെ ഇടേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പിന്നെ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. ബസ് യാത്ര സൗകര്യം, സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് എവിടെ യാത്ര ചെയ്യാം, ഫ്രീ യാത്രയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഈ പാർട്ടിയിൽ ചേരണമെന്ന്. ഞങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ ഇതുണ്ടോയെന്ന് അന്വേഷിച്ച് അപ്പോഴാണ് PC സിറിയക് IAS ആണ് അക്കാലത്ത് അതിൻ്റെ കൺവീനറായിട്ടിരുന്നത്. ഞങ്ങൾ എറണാകുളത്ത് പോയി അദ്ദേഹത്തെ കാണുകയും മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു, ഞാനും ഡോക്ടർ സബീനയും. അപ്പോൾ ചെന്ന ഉടനെ സാറ് ഞങ്ങൾക്ക് വനിതാ വിങ്ങിൻ്റെ ചാർജ് തന്നു. കുറച്ച് ജില്ലകളുടെ, എനിക്ക് കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, അവിടെയൊക്കെ സ്ത്രീകളെ സംഘടിപ്പിച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കണം. ജില്ലാ കമ്മിറ്റി, അതിനുശേഷം LAC കമ്മിറ്റി, അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി, അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ കുറേയെല്ലാം നമ്മളങ്ങനെ ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം PC സിറിയക് IASൻ്റെ ടീമിനെ അവരങ്ങ് ഡിസോൾവ് ചെയ്ത് കളഞ്ഞു, സെൻട്രലിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്. പിന്നെ പുതിയ കമ്മിറ്റി വന്നു. ആ പുതിയ കമ്മിറ്റിയാണ്
നമ്മളുടെ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൻ്റെ നേതൃത്വത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ അവർ തിരഞ്ഞെടുത്തു. ഞാൻ അതിനകത്ത് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്നെ വൈസ് പ്രസിഡൻ്റാക്കി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ വിനോദ് ഒരു മുഴുവൻ തിരക്കുള്ളൊരു വക്കീലാണ്, അദ്ദേഹം ക്രിമിനൽ ലോയറാണ്. അപ്പോൾ ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് വരാൻ പറ്റാതെ വരും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എങ്ങാനും വരാത്തപ്പം മീറ്റിങ്ങൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും പ്രിസൈഡ് ചെയ്യാനും ഒക്കെ എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. അതാണ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില സോഷ്യൽ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഒരു ബ്രോഡ് സെൻസിൽ ചെയ്യാൻ വേണ്ടി അത് നന്നായി വരികയാണെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഇതിലേക്ക് ഒരു ആൾക്കാരെ മത്സരിപ്പിച്ച് ചേർത്ത്, എൻ്റെ ഒരു ആശയം ഇതായിരുന്നു. പെൺകുട്ടികൾ ഒരുപാട് മിടുക്കിയ കുട്ടികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കോളേജിൽ അതിമിടുക്കരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിശയിച്ച് പോകുന്ന ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഈ ചെയർപേഴ്സണായിട്ടും യൂണിയൻ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഞാൻ പലരെയും പോയി കണ്ടു ഇതിലേക്ക് കൊണ്ടുവരാൻ. ഞാൻ സബീനയുടെ ഉദ്ദേശം, ഞങ്ങൾ 2 അധ്യാപകർ പറയുമ്പം ചെറുപ്പക്കാരിതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. എക്സ്പെഷ്യലി എനിക്ക് പെൺകുഞ്ഞുങ്ങളോടൊരിഷ്ടം കൂടുതലുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് മക്കളായിട്ട് പെൺകുഞ്ഞുങ്ങളില്ല, 3 ആൺകുട്ടികളാണ്. പക്ഷേ എനിക്ക് പെൺകുഞ്ഞുങ്ങളോടൊരു ഭയങ്കര ഇഷ്ടമുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ ഉള്ളവരാണെന്നും അവർക്ക് പുരുഷന്മാരെക്കാളും നല്ല കോർഡിനേഷൻ ഉള്ളവരാണ്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. ഇപ്പോൾ യൂണിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം വലിയ മെഗാ പ്രോഗ്രാംസൊക്കെ നടത്തും ഈ കുട്ടികൾ. ഇവരുടെ ടീം ആലോചിച്ച് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി. അപ്പം ഞാൻ പലരെയും, പക്ഷെ നിർഭാഗ്യവശാൽ ഒരാൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തില്ല. ഒരു കുട്ടി പോലും വന്നില്ല. അവർ പറയുന്നത് വീട്ടിൽ ഒന്നുകിൽ പേരൻസ് സമ്മതിക്കത്തില്ല, അല്ലെ ഭർത്താവ് സമ്മതിക്കത്തില്ല, എൻ്റെ മിസ്സേ ഇതൊക്കെ വരുമോ അങ്ങനെ പറഞ്ഞിട്ടേ. അപ്പോൾ പലർക്കും അത് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു കുട്ടി അവൾ സ്കൂളിലെ പ്രിൻസിപ്പളാണ് +2. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചേർത്തു. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ചേർന്നു. പക്ഷെ വിളിക്കുമ്പോൾ ഒന്നും വരില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ വീട്ടിലെന്തോ എൻ്റെ മകനൊരാൾ അച്ഛനുണ്ട്, അച്ഛൻ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ അതുണ്ട്, അങ്ങനെ ആ പ്രശ്നം, വീട് പെയിൻറ്റിങ് നടക്കുക, അല്ലെ വീട്ടിൽ ആ പണിയുണ്ട്, എൻ്റെ ഇൻലോസിന് സുഖമില്ല, അങ്ങനെയൊക്കെ. ഏറ്റവും അവസാനം ഒരു ദിവസം ഞാൻ ഇത് എത്ര പ്രാവശ്യമായി ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറയാൻ നിന്നപ്പോൾ അവസാനം മിസ്സേ ഞാൻ ഇനി സത്യം പറയാം, എൻ്റെ ഭർത്താവിന് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പെൺകുഞ്ഞുങ്ങൾക്ക് പൊളിറ്റിക്സിലേക്ക് വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അവർ പിന്നെ പൊളിറ്റിക്സ് ഒരു കാര്യം അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും പെൺകുഞ്ഞുങ്ങൾക്ക് പറ്റി പണിയല്ല എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ കാര്യം, അവരും വിചാരിക്കുന്നു പൊളിറ്റിക്സ് ഡേർട്ടിയാണെന്ന്. അതാണല്ലോ നമ്മൾ കാണുന്നത് പൊളിറ്റിക്സിൽ. ഇപ്പോൾ ഇത് നമ്മുടെ അമ്മച്ചി പാർട്ടികളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം ഇത് നമുക്ക് പറ്റിയൊരു തൊഴിലല്ല, ജോലിയല്ല, ഒരു പരിപാടിയല്ല എന്നുള്ളൊരു തോന്നലാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകത, ആം ആദ്മി പാർട്ടിയിൽ കാരണം ഞാൻ എത്രയോ പെട്ടെന്നാണ് ഒരു കോർഡിനേറ്റർ ഓഫ് ഫീമെയിലായി, ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയി, ഒരു വൈസ് പ്രസിഡൻ്റായി, ഒരു വർക്കിംഗ് പ്രസിഡൻ്റായി. ഇപ്പോൾ എനിക്ക് അനുവാദം തന്നു. ഈവൻ ഇഫ് ഐ എം എ നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ, ഒരു എന്താ പറഞ്ഞത്, നമ്മളിൽ ആ ഫെയ്ത്ത് വെച്ചു. ഇത്രയും വലിയ ശക്തികൾക്കെതിരെ മത്സരിക്കാനായിട്ട് അനുവാദം തന്നു. ഐ എം ടു സ്മോൾ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദീസ് പാർട്ടീസ്. അവിടെ പാർട്ടി, നമ്മുടെ ആം ആദ്മി പാർട്ടി നാഷണൽ പാർട്ടി ആണെങ്കിലും നമ്മൾക്കുള്ള റിസോഴ്സസ് ഇവിടെ വളരെ കുറവാണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് കുറവാണ്, ഞങ്ങളുടെ ഫണ്ട് നമുക്കില്ല. പക്ഷേ ഉള്ളവർ ഭയങ്കര മിടുക്കരാണ്. അതുമാത്രം നമ്പർ കുറവാണെങ്കിലും ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അത്രയും വന്നിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ അനുവദിച്ചപ്പം ഞാൻ തന്നെ മത്സരിക്കാൻ ഞാൻ പലരോടും ചോദിച്ചു, പക്ഷെ അവർ റെഡിയല്ല. അപ്പം ഞാൻ മത്സരിക്കാൻ തയ്യാറായത് നാളെ ഞാൻ MLA ആകുമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വലിയ പൊസിഷനിൽ എത്തുമെന്നോ ഓർത്തിട്ടല്ല. പക്ഷേ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം എനിക്ക്. ഇവിടെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിടുക്കികളായിട്ട് പെൺകുഞ്ഞുങ്ങൾ ഈ കോട്ടയം ജില്ലയിലുണ്ട്. ഈ കോട്ടയം ടൗണിൽ തന്നെ ഉണ്ട്. ഇപ്പം നമുക്ക് നിൽക്കാൻ പറ്റിയെങ്കിൽ വേറൊരാൾക്ക് നിൽക്കാൻ പറ്റും. ഇത്രയും പ്രായമായ എനിക്ക് പറ്റുമെങ്കിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആരോഗ്യവതികളായിട്ടുള്ള കുറച്ചും കൂടെ സപ്പോർട്ടൊക്കെ ഉള്ള ഒരാൾക്ക് പറ്റും എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതായത് ചെറിയ പണം കൊണ്ട്, ചെറിയ സൗകര്യങ്ങൾ കൊണ്ട്, ചെറിയ റിസോഴ്സസ് വെച്ചിട്ട് വലിയ പാർട്ടികളോട് വർഷങ്ങളായിട്ട് ഭയങ്കര അവർക്ക് പൊസിഷനുണ്ട്, പവറുണ്ട്, മണിയുണ്ട്, കൂട്ടത്തിൽ അവർക്ക് ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട്, അവരുടെ കൂടെ അവരുടെ അണികളുണ്ട്, അതെല്ലാം ഉണ്ട്. നമുക്കതൊന്നും ഇല്ലാതെയും അവരുടെ ഒപ്പത്തിനൊപ്പം ഫൈറ്റ് ചെയ്ത് കോട്ടയത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. അതൊരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുമുണ്ട്.
കുറച്ച് പേരെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒപ്പം നമ്മൾ ക്യാമ്പയിനിങ് ചെയ്യുന്നുണ്ട്, വീടുകളിൽ എത്തുന്നുണ്ട്. രാത്രി 8:30 9:30 വരെ നിന്ന് വർക്ക് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ഇതിനകത്ത് എത്രയോ തരം മനുഷ്യരുണ്ടെന്നറിയാം. IG റാങ്കിലുള്ള, അല്ലെങ്കിൽ കേണൽ, ബ്രിഗേഡിയർ റാങ്കിലുള്ള ഈ ആർമി ഓഫീസേഴ്സ്, നേവൽ ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ്, ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ് എന്ന് വേണ്ട സമൂഹത്തിലെ എല്ലാ പ്രൊഫഷണലിലും ഉള്ളവർ, കൃഷിക്കാർ, കടകൾ നടത്തുന്നവർ, ബിസിനസ്സുകാർ, ചെറിയ ചെറിയ ബിസിനസ്സുകാർ, വലിയ ബിസിനസ്സുകാരൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷേ അവരെല്ലാം ഉണ്ട്. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ, അത് വോളണ്ടിയർഷിപ്പാണ്. കംപ്ലീറ്റ് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് പൈസ കൊടുക്കാനല്ല, വണ്ടിക്കൂലി മുടക്കി, അല്ലെ കാർ എടുത്ത്, അല്ലെ ജാഥയ്ക്ക് വന്ന് അവനവൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നവരാണ്. നമുക്കൊരു പൊതി ചോറോ 1000 രൂപയോ കള്ളോ ബിരിയാണിയോ ഒന്നും കൊടുക്കാതെ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ഈ കേരളത്തിലെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ടു വർക്ക് ഇൻ ദിസ് പാർട്ടി. ഭയങ്കര അങ്ങനെ നമുക്കൊരു ഫ്രീഡവും തരുന്നുണ്ട്. ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ പ്രസിഡൻ്റ് ആണെങ്കിലും അദ്ദേഹം നമ്മുടെ മേളിൽ ഒരു റെസ്ട്രിക്ഷനും വെക്കത്തില്ല. നമുക്ക് ഫ്രീഡം ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നാഷണലിൽ നിന്നും നമുക്ക് ഒരേ ഒരു പ്രശ്നമേ പറഞ്ഞിട്ടുള്ളൂ, പൈസ കളക്ട് ചെയ്യുന്നതിൽ ഭയങ്കര നിർബന്ധ ബുദ്ധിയുണ്ട് അവർക്ക്. നമുക്ക് കൂപ്പൺ അടിക്കാൻ പാടില്ല, നമുക്ക് ക്യാഷായിട്ട് വാങ്ങിക്കാൻ പാടില്ല. ഇപ്പോൾ ഇലക്ഷനാണ്, ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് മേടിക്കാം. ഇപ്പോൾ എൻ്റെ പോസ്റ്റർ അടിക്കാനായിട്ട് ഒരാൾ പറയാം, ഞാൻ കുറച്ച് പോസ്റ്റർ അടിച്ച് തരാം. അവർ പൈസ പോസ്റ്റർ അടിക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്ത്, അല്ലെ നമുക്ക് ഭക്ഷണം ചിലവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വാഹനം, പ്രചരണ ജാഥയ്ക്കൊരു വാഹനം സ്പോൺസർ ചെയ്യാം, അല്ലെ ചെക്ക് തരാം, അല്ലെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാം. ചെക്കാണെങ്കിലും എന്താണ് പറയുന്നത്, ഓൺലൈൻ ട്രാൻസ്ഫർ ആണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒറ്റ അക്കൗണ്ട് ഡൽഹി അക്കൗണ്ടിലേക്കാണ്. ആ ഡൽഹി അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞ് വിതിൻ ഫ്യൂ ഡേയ്സ് നമുക്കത് തിരിച്ച് കിട്ടും. നമുക്കിപ്പോൾ 1,00,000 രൂപയുടെ കിടപ്പുണ്ട്, നമുക്ക് 1,00,000 രൂപയുടെ ചിലവുണ്ടെങ്കിൽ ആ 1,00,000 നമുക്ക് അയച്ചു തരും. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ബില്ലും വൗച്ചറും ഒക്കെ കൊടുക്കണം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ മണി ട്രാൻസാക്ഷൻ വളരെ സുതാര്യമാണ്. ഒരു പ്രവർത്തകൻ്റെ കയ്യിൽ ചുമ്മാ പൈസ വരികയില്ല. ഒരു പ്രവർത്തകന് ചുമ്മാ ജനങ്ങളിൽ നിന്ന് പൈസ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അതേറ്റവും മനോഹരമായ ആ അഴിമതി രഹിത ഭരണമാണ്, അല്ലെങ്കിൽ ആ ഒരു സുതാര്യതയാണ് ഒട്ടനവധി ബെനഫിറ്റ്സ് ജനങ്ങൾക്ക് കൊടുക്കാനും, ആ കൊടുത്തതിന് ശേഷവും മിച്ച ബഡ്ജറ്റ് വെക്കാനും അരവിന്ദ് കെജ്രിവാൾജിയുടെ ഗവൺമെൻറ്റിന് സാധിച്ചത്. നേരത്തെ ഷീലാ ദീക്ഷിത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന കടങ്ങൾ വീട്ടി മിച്ച ബഡ്ജറ്റ് ആക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് ഇറങ്ങിപ്പോയത് വളരെ വളരെ എന്താ പറയുന്നത്, ആർക്കും സങ്കടം വരുന്ന ഒരവസ്ഥയാണ്. സാധാരണ അറിയാമല്ലോ, 5 വലിയ നേതാക്കന്മാരെയാണ് ഒരേ സമയത്ത് ജയിലിലടച്ചത്. അഴിമതി ആരോപിച്ച മദ്യ നയ അഴിമതിയാണ്. മദ്യ അഴിമതിയല്ല, മദ്യ നയത്തിൽ ഉണ്ടാക്കിയ അഴിമതി ആരോപിച്ച് ഇപ്പം കോടതി നിരുപാധികം അവരെ വിട്ടയച്ചു. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു വിചാരണയ്ക്ക് പോലും എടുക്കാനുള്ള ഒരു തരിമ്പ് ഇതുപോലും തെളിവ് പോലും ഇല്ലാതെ അത്രയും വർഷം, 5 മാസം തൊട്ട് 2 വർഷം വരെ ജയിലിലടച്ചു. അങ്ങനെ എന്നിട്ട് PR വർക്കിലൂടെ ജനങ്ങളിൽ ഒരു അഴിമതിക്കാരായിട്ട് കാണിച്ചു. എന്നിട്ടൊന്നും ഡൽഹിയിലെ ജനങ്ങളൊന്നും വലിയ വ്യത്യാസം വരുത്തിയില്ല. ഞാൻ അവിടെ പോയി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ആളാണ്. അവിടെ ഓരോരുത്തരെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, കോൻ ആയേഗ അഗ്ലി ബാർ കോൻ ആയേഗ എന്ന് ചോദിച്ചു. അത് ആം ആദ്മി പാർട്ടി ആയെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ആയെങ്കിൽ എന്ന് പറഞ്ഞു അവർ. അല്ലാതെ മോദിജി ഒന്നും വരികയായിരുന്നു അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ മനുഷ്യർ. പക്ഷേ റിസൾട്ട് വന്നപ്പം എല്ലാ നേതാക്കന്മാരും തോറ്റുപോയി. അതിശയൊഴിച്ച് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും തോറ്റുപോയി. അപ്പോൾ അതിന് കാരണം അവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റി. 39,000 40,000 പേരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആര് ജയിക്കും? അതുപോലെ 10,000-15,000 പേരെ ബീഹാറിൽ നിന്നും UP നിന്നുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് വോട്ടേഴ്സ് ID ഉണ്ടാക്കി കൊടുത്തു. എന്തുമാത്രം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യാവുന്ന കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്താണ് പറയുന്നത്, നമ്മളുടെ ഭരണഘടന വിരുദ്ധമായ കാര്യമാണ്. അത് ചെയ്തു. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ പ്രസ് മീറ്റ് നടത്തി പറഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പരാതിപ്പെട്ടിട്ടും യാതൊന്നും ചെയ്തില്ല. കാരണം EDയും CBIയും ഓൾ ദി ഗവൺമെൻറ് ഏജൻസീസ് അവരുടെ കയ്യിലാണ്. അവർ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ അന്നേരം എനിക്ക് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിനെയൊക്കെ എനിക്ക് ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നമുക്ക് കേരളത്തിലെല്ലാവരും ഇന്ത്യയിലെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്.
അവരെയൊക്കെ നമ്മളവരുടെ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകളും ഹിസ്റ്ററി എന്ത് വന്നാലും നമ്മളത് വായിക്കും. നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. UP-യിലായിരുന്ന സമയം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. രാഹുൽ ഗാന്ധി ഈ കാര്യം മറച്ചു വെച്ചു. അരവിന്ദ്ജി തോറ്റതിന് കാരണം ഈ വോട്ട് ചോരിയാണെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം സഹായിച്ചു. നമുക്ക് ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നിട്ടും അവിടെ കാൻഡിഡേറ്റിനെ നിർത്തി നമ്മുടെ വോട്ട് കട്ട് ചെയ്തു. 5000 വോട്ടൊക്കെ കട്ട് ചെയ്തില്ലായിരുന്നു ജയിക്കുമായിരുന്നു. അത് ചെയ്തു. പിന്നെ വോട്ട് ചോരി ഉണ്ടായിട്ടുണ്ടെന്ന് അന്നൊന്നും പറയാതെ കുറേ മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ സമയത്ത് അത് പറഞ്ഞു തുടങ്ങി. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴും ഫാദർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, അരവിന്ദ് കെജ്രിവാൾജിയും ഇതുകൊണ്ടാണ് തോറ്റതെന്ന് ഒരക്ഷരം മിണ്ടിയില്ല. അപ്പം നമ്മളുടെ നെഹ്റു ഫാമിലീനെ നമ്മളെങ്ങനെയാണ് മനസ്സിൽ ബഹുമാനിച്ചിരുന്നത്, അവരുടെ പിൻതലമുറക്കാരിങ്ങ് വന്നപ്പം ആ സത്യം മറച്ചു വെച്ച് പറഞ്ഞതും പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും മറ്റെല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റതെന്നൊക്കെ പറയുമ്പം ശ്രീ അരവിന്ദ് കെജ്രിവാൾജി 10 വർഷം കൊണ്ട് സ്റ്റാർട്ടപ്പ് വളരുന്ന പോലെ വളർന്ന് നാഷണൽ പാർട്ടിയായി. ഇതൊരു മനോഹരമായ ഒരു പരിപാടിയായിരുന്നു അത്. അതിനുശേഷം എത്രയും ജനങ്ങൾക്ക് പ്രീതികരമായി ഇത്രയും നല്ലൊരു വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ ഒരു മോഡൽ വേറെയില്ല. ദ മോഡൽ ഓഫ് ഡൽഹി മോഡൽ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ജാസ്മിൻ ഷാ എഴുതിയ ബുക്ക്. ഞാൻ അച്ഛന് തരാം. അച്ഛൻ വായിച്ചിട്ടുണ്ടോ അത്? ഐ ഗിവ് യു 1 ബുക്ക്. എനിക്ക് അരവിന്ദ് കെജ്രിവാൾജി സൈൻ ചെയ്തൊരു ബുക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് അരവിന്ദ് കെജ്രിവാൾജി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. എനിക്കെന്നാ ഒരു സന്തോഷം. ഞാനത് എത്രയോ പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും അരാജകത്വമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്രയും ഫെയർ ഒരു പേഴ്സണായിട്ട് വന്നൊരു മോഡൽ എന്താണെന്ന് ഇന്ത്യക്ക് കാണിച്ചു തന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എല്ലാ സ്റ്റേറ്റിലും വന്ന് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു മോഡൽ കാണിച്ചു തന്നു. അത് ഡൽഹി ഒരു മോഡൽ സ്റ്റേറ്റ് ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പകുതി അർത്ഥ ഗവൺമെൻറ്റാണല്ലോ അവരുടെ. LG ആണെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ പഞ്ചാബിനെ ഒരു മോഡൽ സ്റ്റേറ്റ് ആക്കാൻ അവർ പരിശ്രമിക്കുക. അവിടെ ആ റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ. അപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കാൻ നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അച്ഛൻ ശ്രമിച്ചു. അരവിന്ദ് കെജ്രിവാൾജി ഇന്ത്യ മുഴുവനും ആ മോഡൽ, അദ്ദേഹത്തിൻ്റെ മോഡൽ, അദ്ദേഹം ഉണ്ടാക്കിയ മോഡൽ ഇപ്പോൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മോഡൽ വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു പാർട്ടി നടപ്പാക്കുമ്പോഴും നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാർട്ടി ജയിച്ചു. ഡൽഹിയിൽ അനുവദിച്ച ആദ്യത്തെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളാണ് ഈ കറണ്ട് ഫ്രീ, വെള്ളം ഫ്രീ, എഡ്യൂക്കേഷൻ ഫ്രീ, ചികിത്സ ഫ്രീ, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്, തുക കൂട്ടുന്നത്, അതെല്ലാമാണ് ഇപ്പോഴത്തെ പ്രകടന പത്രിക എടുത്ത് നോക്കിയാൽ ഡൽഹി പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ്. അതിൻ്റെ അർത്ഥം ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ പൊളിറ്റിക്സ് BJPയും LDFും UDFും ഒക്കെ ഏറ്റെടുത്തു. മനസ്സിലായല്ലോ? നമ്മളൊക്കെ ഒരു നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വേറൊരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരുടെ പ്രകടന പത്രിക അത് ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചല്ലോ. ആദ്യം അരവിന്ദ് കെജ്രിവാൾജി ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊന്നും നടക്കത്തില്ല, ഇത് തുടങ്ങി വെച്ചാലും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനൊന്ന് തറപ്പിച്ച് പറയുന്നു, പ്രകടന പത്രികയിൽ കോൺഗ്രസ്സോ ആരൊക്കെ ഇത് ഇറക്കിയെങ്കിലും ഇത് നടത്തണമെങ്കിൽ അരവിന്ദ് കെജ്രിവാൾജിയുടെ സുതാര്യതയുള്ള അഴിമതിയില്ലാത്ത ഭരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വന്നാലേ ഈ പ്രകടന പത്രിക ഇവിടെയൊക്കെ നടപ്പാകത്തുള്ളൂ. അല്ലേ എല്ലാ വർഷവും പ്രകടന പത്രികകൾ ഇറക്കും, പഴയ പ്രകടന പത്രിക എടുത്ത് നോക്കുമ്പോൾ അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല.